എൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടാ. ഡക്കാത്തലുള്ള എത്തിയണ്ട എങ്ങനെ ഇത് കുറച്ച് പ്രയറാന്ന് കേട്ടോ. അവര് പ്രാർത്ഥിക്കണ്ട. കൂട്ടുകാരൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ഉണ്ടല്ലോ അത് ഈ കാണുന്ന പമ്പിലാണ് നടന്നേ. അതിന്റെ ബാക്കിലാട്ടാ ഈ പമ്പിലാടത്തെ കിടന്ന സ്ഥലം ഞാൻ കാട്ടിട്ടാ. ഈ കട്ടും ഇഷ്ടം നല്ല കിടത്ത അടിപൊളി ഉറക്കുറങ്ങി. ഞാൻ മറ്റേ തുണിയൊക്കെ വിരിച്ച് കിടക്കാൻ ഇപ്പൊ ആള് വന്ന് ബെഡ് തന്നു. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ബായ എന്താണ് എന്നെ വിളിക്കണ്ടില്ല, എടുത്ത് വെക്കാനാണത്. ഒരു മിനിറ്റ് ഇടാ. ബായ ഒരു മേശ പിടിച്ച് വെക്കാൻ വേണ്ടി വിളിച്ചതാ. ഇന്നലെ പഞ്ചാബ് കയറിയപ്പോ ഞാൻ കിലോമീറ്റർ വെറുതെ നോക്കി. 3094 കിലോമീറ്റർ ഓടിയതാ. എന്റെ പോലെ ഒന്നും പറയട്ടാ. ഇത്ര ദൂരം ഓടിയോട്ട് ഒരു പഞ്ചർ പോലും കിട്ടിയില്ല. സ്റ്റേ അതാണ് ദൈവം കാത്തു. ആകെ കിട്ടിയത് ഹരിയാനത്തിപ്പോ മറ്റേ ഇതാണ് ആ ഓയിലേക്കാണ്. അത് കിട്ടിയാണ്ട് പുതപ്പ് വാങ്ങാൻ പറ്റി. അതേ മലപ്പുറത്ത് അതുകൊണ്ട് അത് കിട്ടിയായിട്ട് രക്ഷപ്പെട്ടു. പുതപ്പ് കിട്ടിയില്ല. എന്റെ പോലെ ഒന്നും പറയട്ടെ. ഇറങ്ങാൻ നോക്കാം. 10 മണി കഴിഞ്ഞു. 10 വരെ എങ്ങാണ്ടാ പറയുന്നതുകൊണ്ട് ഇനി ഇറങ്ങി കൂടാതെ ടെന്റ് അടിച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നൈസായിട്ട് അതിന്റെ പരിപാടി നോക്കണം. അങ്ങനെ ഇന്നത്തെ യാത്ര തുടങ്ങി. പഞ്ചാബിലെ ഫസ്റ്റ് ദിവസവും എന്റെ പോലെ പഞ്ചാബിൽ കയറിയതിന്റെ ഫസ്റ്റ് ദിവസമാണിത്. ഇന്ന് പട്ടിയാലിക്കാട്ടാ ഞാൻ ലൊക്കേഷൻ ഒരു ടെന്റ് കൂട്ടുകാരെ മേടിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ പോയി നോക്കിക്കോളാം പറഞ്ഞു. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ പട്ടിയാലയില് മറ്റേ ഡക്കാത്തലുണ്ട് ഷോപ്പുണ്ട്. അപ്പൊ അങ്ങടേക്ക് ഒരു പെടാ. പട്ടിയാലയ്ക്ക് 60 കിലോമീറ്റർ. കാലത്തന്നെ ഒരു ചായ കുടിക്കണം. ഇന്ന് ചായ കുടിച്ചിട്ടില്ല. എന്റെ മോനെ നെല്ലിന്റെ ഗോഡൗണോ കണ്ടോട്ടോ. അത് നെല്ലടക്കി വെച്ചോണക്ക് കൊയ്ത്ത് കഴിഞ്ഞ നെല്ലൊക്കെ സേവ് ചെയ്ത് വെച്ചേന്ന് കണ്ടാ. എന്തിട്ട് വലിയ ഗോഡൗണത്. ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡ് PRTC. അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. അല്ല അതാണ് ഇവിടുത്തെ സർക്കാരിന്റെ വണ്ടി. നമ്മുടെ നാട്ടില് KSRTC എന്ന് പറയും, ഇവിടെ PRTC എന്ന് പറയും. അത്രേ ഉള്ളു. ഒരു TM വണ്ടി അതുകൊണ്ടല്ലോ, ലോഡേജ് വണ്ടിയില്ല. ഓപ്പോസിറ്റ് സൈഡില് ഒരു ടൗണിലേക്ക് കയറാൻ പോണെന്ന് തോന്നണേ. സൈഡിൽ കുറച്ച് കടകളായി. തിരക്കുണ്ട് അവിടെ ചെറിയ തോതിൽ. എന്റെ മോനെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം കോട്ടിന്റെ കടകളൊക്കെ കുറെ കണ്ടു ഈ വഴിക്ക്. ഒരു വണ്ടി റോഡ് ബ്ലോക്ക് ആക്കിണ്ടല്ലോ. എന്റെ മോനെ അതിന്റെ മുകളിൽ കയറ്റിച്ചാണ്. എത്ര വണ്ടി നോക്കി ഇലക്ട്രിക് വണ്ടികൾ കയറ്റിച്ചാണ്. എന്റെ മോനെ പൊള്ളി. ഇങ്ങടേക്കൊക്കെ വന്നപ്പോ ബൈക്കിന്റെ മാർക്കറ്റാടാ. ബൈക്കാണ് കൂടുതൽ. അപ്പുറ സൈഡില് തുണി കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടേക്ക് വന്നപ്പോ ബൈക്കാണ് കൂടുതലാണ്. എന്താ വെച്ചാല് ഇവിടത്തെ പരിപാടി ഇടാ. എന്തോ ഫെസ്റ്റിവൽ നടക്കണ്ട അവിടെ. 40 പഴം മേടിച്ചു. എന്റെ മോനെ ഇവിടെ മുട്ടൻ തിരക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കുതിരവണ്ടി അപ്പാപ്പൻ ചായ പിടിച്ചിരിക്കുക. ഇവിടെ കുതിരവണ്ടി കുറെ കാണുന്നുണ്ടാ. അച്ഛനുള്ളത് നോക്കി ചിരിക്കട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണ്ടത്. അയ്യോ നമ്മളെല്ലാം നോക്കി ചിരിച്ചേ ആണോ? ആയിരിക്കാം അല്ലേ. വെട്ടിയാല 55 കിലോമീറ്റർ. 55 കിലോമീറ്റർ ഉള്ളു. ചണ്ഡീഗഡ് വഴി പോണേട്ടാ. ഈ വഴിക്ക് പോ. എന്റെ മോനെ അവന്റെ സൈസൊക്കെ അവന്റെ കൊമ്പൊക്കെ അതൊക്കെ ഒരു അല്ലക്കെട്ട് കഴിഞ്ഞാൽ തീർന്നൂല. ഇവിടെ ഇങ്ങനത്തെ കൂറ്റന്മാര് കുറെ ഉണ്ട് കേട്ടോ. എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത കൂറ്റന്മാര്. ഇവിടുത്തെ ഒരു കോളേജാണെന്ന് തോന്നണ. ആ കോളേജ് കൂടിയാണ്ട് നോക്കണം. എന്റെ പൊന്നെ ആ വണ്ടിയിൽ കയറ്റി ഞാൻ ലോഡ് നോക്കിയേ. എന്റെ പൊന്നു ഉമ്മാരെ സമ്മതിക്കണം. അതിന് തലയില്ല. ട്രെയിലറാ ട്രാക്ടർ ആയിരിക്കുള്ളൂ. ഹെഡ് കട്ട് ചെയ്ത് കൊണ്ടേക്കാം. തിരക്കിട്ടാ വഴി കഴിഞ്ഞു. നല്ല വഴി കയറിപ്പോ. വലിയ തിരക്കില്ല. അതൊരു വഴി കയറി. എന്റെ അടിപൊളി. എന്റെ പൊന്നെ ആ ഒരു സാധനം നോക്കി. അവന്റെ വണ്ണം കണ്ട അവന് നടക്കാൻ പറ്റുള്ള അമ്മാരി ഒരു സാധനം. ആരെയാണോ ഇതൊക്കെ? ഒരു ജാതി കൂറ്റൻ. എന്റെ പൊന്നു ഞാൻ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും കൂറ്റൻ മുന്നാവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഏരിയ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഒരു എത്ര 50 കിലോമീറ്റർ പട്ടിയാല. അവിടെയാണ് ഡക്കാത്തലോന്റെ ഷോപ്പുള്ളത്. ഡക്കാത്തലോ ഭയങ്കര ഒരു തിരക്ക് പിടിച്ച സ്ഥലമായിരുന്നു. സ്റ്റേ ഒരു ടൗൺ. അയ്യോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമാധാനമായ. അവിടെ നിന്ന് തിക്കും തിരക്ക് വണ്ടികളുടെ വെള്ളം. പോണേക്ക് ഒരു ധാബ ഉണ്ടോ. അപ്പൊ ചായ കുടിക്കാൻ വെച്ചു. സൈലന്റ് ധാബ. ബൈക്ക് ഞാൻ ഇവിടെ വെച്ചു. ഇതായിരിക്കണു ബൈക്ക്. ഇവിടെ നിന്ന് ചായ കുടിച്ചു. കാലത്ത് ചായ കുടിച്ചില്ല. വേറെ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. ചായ പറഞ്ഞാൽ കാലത്തിന് കിട്ടണം, അല്ലെങ്കിൽ ഷോക്കാണ്. എന്താ തലയിലൊരു ഓറഞ്ച് തൊപ്പി വെച്ചാണ് എൻ്റെ അടുത്ത് ഒരു അമ്മമ്മ നിൽക്കണടാ. അത് സൈക്കിൾ റിക്ഷയാടാ. അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടണ്ട പുല്ലും കെട്ട്. പുള്ളിക്കാരത്തിന് ഇത് ചവിട്ടി പോണേ. എൻ്റെ മോനെ ഈ പ്രായത്തിൽ ചവിട്ടണമെന്ന്. നമ്മുടെ നാട്ടിലെ അമ്മമാരാണെങ്കിൽ കാലുമ്പോൾ കുഴമ്പിട്ടിരിക്കണ്ടാവും. ഓ സമ്മതിക്കണ ആള്. ഇവിടെ ഉള്ളവർക്ക് മുട്ട ആരോഗ്യടാ. ഇപ്പോഴും പ്രായമായവരും അല്ലാത്തവർക്കൊക്കെ നല്ല ആരോഗ്യം. ഇവർ നല്ലോണം പണിയെടുക്കും.
ഒരു അടിപൊളി വഴി, ഭയങ്കര തണുപ്പ്, ചുറ്റും മരങ്ങളാണ് അപ്പുറം രണ്ട് സൈഡില്. അയ്യോ നല്ല രസം കേട്ടോ. ചായ പിടിച്ചപ്പോ ഇറങ്ങിയോളൂ സ്റ്റേ. നമ്മുടെ മലയാളി സാരുണ്ടാവുണ്ടെന്ന് പറഞ്ഞ ഞാൻ പിന്നെ അവിടെ കയറാനൊന്നുമില്ല, ഞാൻ പിന്നെ പോന്നു. അവ കടലിന്റെ പയ്യ പറഞ്ഞ ഡാബലത്തെ അമ്പോ ഒരു കിട്ടില്ല ആംബിയൻസ് ഉള്ള വഴി. രണ്ട് സൈഡിലും മറ്റേ സംഭവല്ലേ എന്നിട്ട് പേരും പറഞ്ഞ യൂക്കാലിമരം, പേരും പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് യൂക്കാലിമരം വന്നിട്ട് എത്തിച്ചാ പയ്യതൊക്കെ. ഇവിടെ ഫുള്ള് തലക്കെട്ടുള്ള ആൾക്കാരാടാ. അതിന് പഞ്ചാബീസ് സിഖുകാരാന്നുകൊണ്ട് ഒരു തലക്കെട്ടുള്ളവരല്ലേ സിഖുകാര്. ഈ വഴിക്ക് വണ്ടികളൊക്കെ ജാതി പട പടച്ച പോണ. നേരത്തെ ടിപ്പർ പോയിട്ട് അതിന്റെ കാറ്റടിച്ചിട്ട് ഞാൻ തെറിച്ചു പോയല്ലേ അമ്മാര് പെട്ടാ. ജാതി പട്ടയന്മാര് പഠിക്കണേ. ആ ഒരു വശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണോ ഈ റോഡിന്റെ ഒരു ആംബിയൻസ് കിടക്കണേ, അടിപൊളി. നല്ല തണല്, നല്ല തണുപ്പും. അമ്പോ പൊളി റോഡ്. പട്ടിയാല 34 കിലോമീറ്റർ പട്ടിയാലക്ക്. ഇവിടത്തെ കുതിര വണ്ടി ഇതാടാ. കുതിരനെ കൊണ്ട് ലോഡ് എടുപ്പിക്കുന്നത് ഇങ്ങനത്തെ വണ്ടിയുമേ. എന്റെ ജിപ്സി പോലത്തെ പേളൊക്കെ പൊള്ളി സാധനം. ഇവിടെ വണ്ടി പ്രാന്തന്മാരാടാ കൂടുതല്. അടുത്തൊരു സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. താറുണ്ടാക്കിയതാണെങ്കിൽ പൊള്ളി സാധനം. ഇങ്ങനത്തെ ഒരു സിറ്റി റൗണ്ട് സിറ്റിയില് ക്യാമറ ഉണ്ടായി, അതാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ മുട്ടം തിരക്കും. ഒരു സിറ്റി കഴിഞ്ഞിട്ട് പോണു. എന്റെ പോലെ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തി കളയാണ്. ക്ഷീണാക്കും ക്ലൈമറ്റ് അങ്ങനത്തെ ക്ലൈമറ്റ് വെച്ചേ. ഞാൻ ഈ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങണുള്ളൂ. പെട്ടെന്ന് നമുക്ക് പറ്റില്ല. വേറെ കുതിര വണ്ടി വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കല, കണ്ണിനൊക്കെ പൊടി പോവാട്. കുതിരനെ കൊണ്ട് വലിപ്പിക്കുന്ന നാടാലോട്. ഇത് കപ്പലണ്ടിയാ, ഇത് പൊടിലോടാണല്ലോ. എന്തോ പൊടിയാണ്, കുതിരനെ വലിച്ചിട്ടുണ്ടോ. പട്ടിയാല ഇനി 23 കിലോമീറ്റർ. ചണ്ഡീഗർക്ക് ഇഞ്ചി ദൂരമുണ്ട്, 91 കിലോമീറ്റർ ഉണ്ട്. നമ്മളവിടേക്കാണ് മെയിനായിട്ട് വെച്ചാർന്നെ. ഫസ്റ്റ് ലൊക്കേഷൻ ഇട്ടത് ഞാൻ അവിടേക്കായിരുന്നു. പട്ടിയാലയിൽ എന്നിട്ട് കാണാതെ നോക്കാം, ടെന്റ് മേടിച്ചിട്ട്. എന്നിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചണ്ഡീഗർ പഠിക്കാം. ചണ്ഡീഗർ അതല്ല പേര്. ഞാൻ പോണേക്ക് പുറത്തുനിന്ന് ഒരാള് മറ്റേ ഡ്രം കൊട്ടാണ്ട്. അപ്പോൾ ആളോടൊരു വീഡിയോ എടുത്തോട്ടാ വെച്ചപ്പോൾ ആൾ ഉള്ളിൽ കയറി എടുത്തോളാൻ പറഞ്ഞു. ഇതാട്ടെ അതിൻ്റെ സെറ്റപ്പ്. ഒന്ന് തിരുമ്മൽ കേന്ദ്ര ബാബയുണ്ടെന്ന് പറഞ്ഞ അവിടെ. ബാബയുടെ ഒരു വീഡിയോ എടുത്തോളാന്ന് പറഞ്ഞേ. ഓ ഇത് തണ്ടല് എന്തോ പൊട്ടിക്കണ സെറ്റപ്പാട്ടാ. ആള് തണ്ടല് പൊട്ടിക്കണ എന്തോ സെറ്റപ്പാ. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവരോട് ചോദിച്ചു നോക്കാം എന്തൊരു സെറ്റപ്പ് ഇത്. ഇവരോട് എങ്ങനെ ചോദിക്കുക. ബാബയുണ്ട് കേട്ടോ അവിടെ. അതായിരിക്കുന്നതാണ് ബാബാന്ന് പറഞ്ഞേ. ആളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചേക്കാം. എങ്ങനെ സംസാരിക്കുക. ഇവിടെ ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പോൾ ആളോട് ഞാൻ വീഡിയോ എടുത്തോട്ടോ വെച്ചു. കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഐതിഹ്യം എന്തിട്ടാന്ന് നമുക്കറിയില്ല. അതെ ഇവിടെ ബോർഡ് പറഞ്ഞാൽ പറ്റുന്നട്ടാ. ഞാൻ ബോർഡ് കാട്ടിത്തരാം. അതാ അവരെ കയറി അവിടെ തൊഴുത് പോണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തൊഴുതിട്ട് അവരാ തൊഴുതിട്ട് പോണ്ട്. അവരൊന്ന് അതുമ്പോൾ തൊഴുതിട്ട് പോണ്ട്. ഇവിടെ ഒരു പുള്ളിക്കാരൊക്കെ ഉണ്ട്. ആള് ബാബയാന്ന് പറഞ്ഞേ. ഇതാണ് അതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പ് ഇട്ടാ. ഇവിടെ ഇങ്ങനെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാന്നറിയില്ല, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കേണ്ടി വരും. ഇതാണ് ഈ ഒരു ഇതിൻ്റെ ആംബിയൻസ് കേട്ടാ. എൻ്റെ ഉള്ളിലെന്തോ സംഭവം ഉണ്ട് കേട്ടാ. ഇത് മറ്റേ സമാധി പോലത്തെ എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു. സമാധി ഒരുപാട് തൊള്ളുറക്കാൻ വലിയ, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറഞ്ഞത്. അവർ വീഡിയോ എടുക്കാൻ വലിയാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തില്ലേടാ. എന്തായാലും അധികം നേരം നിൽക്കള്ള പോവാണ്. ടെൻറ്റ് മേടിക്കാൻ പോകണം. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറി എടുത്താണ്. അധികം നേരം അവിടെ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ പോകുന്നു അവിടുന്ന്. ആ ഒരു അമ്പലമല്ല പള്ളി, മുസ്ലിം പള്ളിയുടെ ഒരു ആംബിയൻസ് എന്തോ എന്തൊരു സംഭവം ഒന്നും മനസ്സിലായില്ല. ഞെട്ടൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്തിട്ടാണോ സെറ്റപ്പ് അതിൻ്റെ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഇനി ഒരു 7 കിലോമീറ്റർ ഓടി ഇതൊക്കെ അതിലാണ് എത്തായത്. ആ സെൻറ്ററിൽ നിന്ന് റൈറ്റ് കടണേ. ക്യാമറ ഉണ്ട്. അവിടുന്ന് റൈറ്റ് എടുത്ത് ഇങ്ങനത്തെ ഒരു ബൈപ്പാസ് കയറി. ഇവിടെ തിരക്കോട് തിരക്കസ്റ്റ് അവിടെ. എൻ്റെ മോനെ ഇത് മിലിറ്ററിക്കാരുടെ വണ്ടി. മിലിറ്ററി ആട്ടാ. അവിടെയൊക്കെ ഫുള്ള് മിലിറ്ററി ആയിരിക്കും. ഇനി തോക്കൊക്കെ ഉണ്ടവര്. ആ മരങ്ങൾക്ക് അപ്പുറത്താണല്ലേ, അത് മിലിറ്ററിയുടെ വണ്ടി പൊളിക്കുന്ന സ്ഥലമാണ് കേട്ടാ. അവിടുന്ന് മറ്റേ ചുളുവിലക്ക് വണ്ടി ഇട്ടുന്നുണ്ട്. മിലിറ്ററിയുടെ എന്തൊക്കെ ആകുമ്പോഴത് വേണ്ട മിലിറ്ററി വണ്ടികൾ കിടക്കണണ്ടാ. അതിൻ്റെ അപ്പുറത്ത് വണ്ടികൾ പൊളിക്കാട്ടുണ്ട്. ലേലത്തിനൊക്കെ വിളിച്ച് എടുക്കാൻ പറ്റുമെന്നെങ്കിൽ തോന്നണേ. ഇവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. പട്ടിയാല പോണ വഴി. ഇത് മിലിറ്ററിയുടെ ഒരു ഏരിയ ആണെന്നുണ്ട് കേട്ടോ. ഫുള്ള് മിലിറ്ററി വണ്ടിയോടെ. അടുത്തിറങ്ങിയാലും ട്രക്ക്, മിലിറ്ററി ട്രക്ക് ഇറങ്ങിയാലും. ഇത് മിലിറ്ററി ക്യാമ്പാന്ന് തോന്നുന്നുണ്ടോ. അതെ ഇപ്പുറത്തൊന്നും ഉണ്ടല്ലോ. ഞാനാ മിലിറ്ററി ക്യാമ്പ് ഉണ്ട് ഇവിടെ.
ഇതോരോ ബ്ലോക്കുകൾ ഉണ്ടോണ്ട് 203 നമ്പർ ഉണ്ടല്ലോ. മിലിറ്ററിയാണ്, ഫുള്ള് മിലിറ്ററിയാണ്. മിലിറ്ററിയുടെ ഒരു ഭാഗം തന്നെയാണ് തോന്നുന്നുണ്ട്. അത് അപ്പുറത്തൊക്കെ മിലിറ്ററി ക്യാമ്പാ. മിലിറ്ററി ട്രക്ക് എടുക്കുന്നുണ്ട്. ഇതിനടുത്ത് 203 ഓരോരോ സെക്ഷനുകൾ ഉണ്ട് അവിടെ. ഇതൊക്കെ അടിപൊളി വീടെടുക്കണുണ്ടാവുമ്പോൾ സീനാക്കാവോ. പട്ടിയാലാണ് അത്. പട്ടിയാല അവിടെ എത്തി. പട്ടിയാല എത്തി. ഇതിനടുത്ത് 47 ഇവിടെ എന്തൊക്കെയോ മിലിറ്ററിയുടെ സംഭവമാണോ. മിലിറ്ററി ട്രക്ക് എടുക്കുന്നുണ്ട്. മിലിറ്ററിക്കാർ പിള്ളേരാവുന്നുണ്ട്. പിള്ളേരിന്ന് ചോറി അവർ മിലിറ്ററിയുടെ ആൾക്കാരാണ്. സോറി പിള്ളേരിന്നൊക്കെ പഠിക്കാതെ ട്രെയിനിങ്ങിന് വന്നങ്ങനെ ആരാ തോന്നുന്നു. എന്താ പോലെ ഡക്കാത്തലുള്ള എത്തിയങ്ങനെ ടെൻറ്റ് മുകളിൽ വന്നിട്ട് മുകളിലേക്ക് വരും. എന്താ ചോദിച്ചോട്ടെ. എൻ്റെ പൊന്നെ ബേട്ടാ ഷോപ്പാട്ടാ. സാധനം ഓടിച്ചിട്ടുണ്ട്. ഇതാണ് ടെൻറ്റ്. വരികയും ഞാൻ എടുത്തുണ്ട്. എത്ര വരും നോക്കട്ടെ. സാധനം അവർ സെറ്റ് ചെയ്ത് കാട്ടിയെന്നോടാ. കുഴപ്പമില്ല, രണ്ടാൾക്ക് കിടക്കാൻ പറ്റൂ. ബേട്ടാട്ടൻ്റെ ഇത് മതി. സാധനം മേടിച്ചൂടാ ഇറങ്ങാണ്. 2499 രൂപ. പട്ടിയാലയിലുള്ള ഡക്കാത്തലാണ് മേടിച്ച 2499 രൂപ. കൂട്ടുകാരാ നന്ദിട്ടാ പറക്കില്ല. അയ്യോ ഒന്ന് പറയണ്ട സ്റ്റേ. കിട്ടി, സാധനം കിട്ടി. ഇനി മേടിക്കില്ല. ഇതിപ്പോ കിടക്കാൻ സ്ഥലം കിട്ടി. ഇനി പേടിക്കണല്ല. എല്ലാവരും പതുക്കെ തെറിക്കുക. ഇവിടുത്തെ ഒന്ന് സിറ്റി ഒന്ന് രക്ഷപ്പെട്ടെ. എന്റെ മോനെ പട്ടിയാലയിലൊരു ഫേമസ് ടെമ്പിൾ ആട്ടത്. भैया गोल्डन टेम्पल नहीं गुरुद्वारा नो गोल्डन टेम्पल. ओ चप्पल चप्पल तो आपको वहाँ पे जमा करानी पड़ेगी. ചെരുപ്പൂരി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെരുപ്പൂരി കയറണം. അവിടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല. ഒരു ബായിന് കിട്ടിയ ആള് ഹെൽപ്പ് ചെയ്തിട്ടേ ചെരുപ്പ് ഇവിടെ കൊടുത്ത ഒരു ടോക്കൺ കിട്ടൂടാ. എനിക്ക് കിട്ടിയത് 375. ഞങ്ങളങ്ങോട്ട് പോവാണ്. എൻ്റെ കൂടെ ഒരു ബായി ഉണ്ട്. എന്താണ് ബായി നാം കേ अमन 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 വേറെ ആളുടെ പേര്. आपको ना टोपी भी उतार के ना रखनी पड़ेगी. आपको सिर पे ना वो बांधना पड़ेगा. कपड़ा हाँ सिर पे जो क्लॉथ होता है ना वो बांधना पड़ेगा. ये टोपी उतार के ना वो पे पड़ा है. ഇവിടെ മറ്റേ തലയിൽ കെട്ട് കെട്ടണമെന്ന് അങ്ങനെ പറഞ്ഞേ. തൊപ്പി മാറ്റണം. കയറുമ്പോൾ തന്നെ ഇവിടെ കാല കഴിയുള്ള സംഭവം കേട്ടോ. കാല് വെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങനെ വേണം. ഇത് തന്നെ തലയിൽ കെട്ടണ സംഭവം കേട്ടോ. ഇതുവരെ എടുക്കാം. എടുത്തു. ഇതാട്ടാ എൻ്റെ ഒരു ആംബിയൻസ്. എൻ്റെ മോനെ പണ്ടാരം വെച്ച ടെമ്പിളാട്ടാ. ഭയങ്കര ഒരു വലിയ ടെമ്പിൾ ഇട്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണം എങ്ങനെയാണതോ. ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയില്ല. ആൾ ഹിന്ദിയിൽ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അത് ജസ്റ്റ് ഇത് കയറി കാണാമെന്ന് ചോദിച്ചാട്ടാ. ഇത് ഇവിടുത്തെ ഒന്ന് നേർച്ചയാന്ന് തോന്നിട്ടാ. ചൂലുണ്ട്, പിന്നെന്തോ ഉപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവിടെ അത് അവരതെന്തോ പ്രാർത്ഥിക്കേണ്ടവർ നേർച്ചിട്ടിട്ട്. ഇതിൻ്റെ ഐതിഹ്യമൊന്നും കാണാനില്ല. അല്ലെങ്കിൽ നോക്കാറുണ്ട് സ്റ്റേ. ഈ ടൈലുമ്പോൾ ചവിട്ടുമ്പോഴല്ലോ ഭയങ്കര തണുപ്പട്ടോ, ഭയങ്കര കൂളിങ്. ഇതിവിടെ നേർച്ച എന്തോ സെറ്റപ്പാട്ടാ. എന്തോ വിലയാണല്ലോ. ഇവിടെ ഹിന്ദിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പരവതാനിയൊക്കെ വേണ്ട. ഇതുപോലത്തെ പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട്. എൻട്രി തന്നെ അടിപൊളിയാടാ. ഇതുപോലത്തെ പ്രയറാന്ന് തോന്നിട്ടോ. അവർ പ്രാർത്ഥിക്കേണ്ടത്. ചേച്ചിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ അധികം നേരം ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതാട്ടാ ഈ ഒരു ടെമ്പിളിൻ്റെ ആംബിയൻസ്. എൻ്റെ മോനെ ബെഡാ ടെമ്പിൾ. ക്യാമറയിൽ ഒതുങ്ങുള്ള പിടിക്കാൻ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ടൊക്കെ പോയിടേ. വേണ്ട ചൂലിൻ്റെ എന്തോ ഒരു ആചാരങ്ങളാണ് ഇവിടെ. ചൂല് വെച്ച് അടിക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അവിടെ ഒരു മീൻകുളമൊക്കെ ഉണ്ട്. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ക്യാമറ അലോഡല്ല എന്ന് പറഞ്ഞാൽ. ഇവിടെ പിന്നെ ഒരു പെണ്ണ് ഫോട്ടോ എടുക്കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇവർ ആ തൂണിന് ചുറ്റും പ്രാർത്ഥിച്ചിട്ട് കറങ്ങുന്നുണ്ട്. അങ്ങനത്തെ എന്തൊക്കെയോ ഇത് കാണിക്കുന്നുണ്ട്. എന്നിട്ടാന്ന് കറക്റ്റ് അറിയില്ല. ഇങ്ങനെ കുറേ ഇത്. എൻ്റെ പൊന്നെ വാളിൻ്റെ ഒക്കെ ഒരു ശേഖരം തന്നെ ഉണ്ടല്ലോ ഇവിടെ. അമ്പോ ഈ അമ്പലത്തിൻ്റെ ചുറ്റുള്ളൊരു ആംബിയൻസ് ആണ് ഇത്. കുറേ കടകളുണ്ട്. കത്തി, വാള്, അങ്ങനെ തുണി, കർച്ചീഫ്. ഇത് വരെ എന്തോ മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സെറ്റപ്പാട്ടാ. കുറേ ഇങ്ങനെ അല്ലാണ്ട് റോട്ടിൽ ഇങ്ങനെ വിൽക്കുക ആൾക്കാരൊക്കെ ഉണ്ട്. ചൂല്, ഉപ്പല്ലത് സാൾട്ട്, ഉപ്പ് തന്നെ. അതാണ് ഇവിടുത്തെ നേർച്ചാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടെമ്പിളിൻ്റെ പഠിക്കാൻ ഇങ്ങനത്തെ ആൾക്കാർ കുന്തൊക്കെ പിടിച്ചേക്കുന്നുണ്ട് കേട്ടോ. അവരാരേലും കണ്ടോ കത്തിക്കുണ്ട്. പഞ്ചാബികളുടെ ടെമ്പിളാട്ടാ. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോസും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളിലത്തെ വീഡിയോസും കിട്ടിയില്ല. ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങിയായിരുന്നു. തിരിച്ചു പോവാണ്. ഇവിടെ കണ്ടമാനം ആൾക്കാരുണ്ട് കേട്ടോ. ഫുള്ള് പഞ്ചാബീസാ, സിക്ക് ആൾക്കാരാണോണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിട്ട് പോകുന്നു. മുട്ടൻ തിരക്കാ വഴിയിലൊക്കെ. അവിടെ ഓട്ടാവുള്ളൊന്ന് കാലുത്താൻ പറ്റുള്ള അമ്മാര് തിരക്ക്.
ഇങ്ങനത്തെ ഒരു ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കണോ. ഇതിപ്പോ കയറുള്ളൂ ഇങ്ങനത്തെ ഒരു ഹൈവേയിലേക്ക്. പട്ടിയാല കഴിഞ്ഞു. പട്ടിയാലയിൽ എൻ്റെ മോനെ ടൗണിലൊക്കെ എന്തിട്ട് ആ ബ്ലോക്ക് സ്റ്റേ ഒന്നും പറയണ്ട. അതുകൊണ്ട് പട്ടിയാലയിൽ നിന്നില്ല. ഇത് ഇങ്ങനത്തെ ഹൈവേയിലേക്ക് കയറിയുണ്ട്. ഞാൻ പഞ്ചാബിലേക്ക് ലൊക്കേഷൻ ഇട്ടാണ്. ഈ ലൊക്കേഷൻ പിടിച്ച് പോവാം. ഇന്ന് സ്റ്റേ കിട്ടിയപ്പോ ഒരുപാട് സമയമായി. ഒരു 6:45 7 മണി അങ്ങോട്ടായി സ്റ്റേ കിട്ടിയപ്പോ. പിന്നെ ടെന്റ് അടിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. ടെന്റ് മേടിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല. ടെന്റ് അടിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവസാനം ഇവിടെ ഏത് സ്ഥലത്ത് കിട്ടിയിട്ട് കിടക്കല്ല ബെഡ് മറ്റേ തുണിയൊക്കെ വിരിച്ച് കിടക്കണ്ട്. ഏറ്റവും പോലെ ഒന്നും പറയട്ടാ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കയറി കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീഡിയോ കാണാം. ഓക്കെ ബൈ.